ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ ചെറിയൊരു യാത്ര പോവാം. മലമ്പുഴ ഡാം, കവ, ഈ രണ്ട് സ്ഥലത്തേക്കും പോയതാട്ടോ. ഞങ്ങൾ ഫാമിലി മുഴുവനായിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്. ചേച്ചിയും മമ്മിയും മമ്മിയൊന്നും ഇതുവരെ പോയിട്ടില്ല പറഞ്ഞു കവയിലേക്ക്. അപ്പോൾ ഞങ്ങൾ അവരെ ഒന്ന് കൊണ്ടുപോകുമെന്ന് കരുതി. അപ്പോഴേക്കും ഞാനും ടീച്ചുവും അൻവിയും നേരത്തെ വന്നിട്ടുണ്ട് ഈ പ്ലേസിൽ. നല്ല പ്ലേസ്, നല്ല തണുത്ത വെള്ളം, നല്ല രസം അവിടെ ഇരിക്കാനും ഫോട്ടോഷൂട്ട് ചെയ്യുന്നവർക്കൊക്കെ നല്ല പ്ലേസാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആദ്യം സായൂനും തേജുനും അൻവിക്ക് അവിടെ ഇറങ്ങിയിരിക്കാനായിട്ടൊരു പേടിയായിരുന്നു. പിന്നെ വഴുക്കലൊക്കെ ഉണ്ട് കേട്ടോ, കല്ലിൻ്റെ അവിടെ നിറച്ച്. അങ്ങനെ മൂന്നുപേർക്ക് പേടിയായിരുന്നു. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 3 പേര് സെറ്റായി. ആദ്യം അൻവി സെറ്റായി, അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവർ 2 പേരും അങ്ങനെ. അൻവി അയ്യോ, അവന് പേടിയാവണോ? തലയിലൊഴിക്കണ്ട, നോക്ക തല. അങ്ങനെ അവരെല്ലാം കൂടെ ചായ കുടിക്കുമ്പോൾ എനിക്ക് ചായ വേണ്ട പറഞ്ഞു. പിന്നെ കുഞ്ഞിന് പാലും കൊടുക്കണമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ അവിടെ ഇരുന്നു. അവരെല്ലാവരും കൂടെ പോയി ചായ കുടിച്ചു. പക്കോട കഴിച്ചു. പക്കോട തന്നെയല്ലേ എൻ്റെ പേര്, അങ്ങനെയാണ് തോന്നുന്നു. തെറ്റിപ്പോയിട്ടുണ്ട്, ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ അവരെല്ലാം കൂടെ അത് കഴിച്ചിട്ട് വന്നു. പിന്നെ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് നേരെ കവയുടെ അവിടുന്ന് നേരെ പോകുമ്പോൾ മലമ്പുഴയ്ക്ക് ചെല്ലാമെന്നും പറഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണേ. പക്ഷെ ലാസ്റ്റ് എത്തിയപ്പോഴേക്കും റോഡിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇവർ ഏട്ടനും ശ്രീശേട്ടനും സായും കൂടെ പുറകിൽ ബൈക്കിൽ വരുവാ. അപ്പോൾ അത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക അവർ 3 പേരും കൂടെ. അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ റോഡിൽ പണി നടക്കുക. ഞങ്ങൾ അങ്ങനെ പോയിട്ട് പിന്നെ പെട്ടു. പിന്നെ ഞാൻ തിരിച്ചിങ്ങനെ വന്ന് ഞങ്ങൾ വന്ന വഴി തന്നെ പോയി കറങ്ങി മലമ്പുഴ വന്നത്. അങ്ങനെ ഞങ്ങൾ മലമ്പുഴ എത്തി. നേരത്തെ അൻവിക്ക് ആ റോപ്പിൽ കയറണോ പറഞ്ഞിട്ട് അൻവി ഇങ്ങനെ വാശി പിടിച്ചോണ്ടിരിക്കുക. അൻവിക്ക് കയറണം, മമ്മി കയറ്റ്, ആൻറ്റി കയറ്റ്, പപ്പ കയറ്റ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ചേച്ചി പറഞ്ഞു നാളെ രാവിലെ വന്നിട്ട് നമുക്ക് കയറാട്ടാന്ന് പറഞ്ഞു. അങ്ങനെ സമാധാനത്തിൽ ഇപ്പം ഞങ്ങൾ ഡാമിൻ്റെ മേലേക്ക് കയറാൻ വേണ്ടി പോവാം. ഞങ്ങൾ ഒരുവിധം കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും നോക്കുമ്പോൾ അവിടെ 2 മീൻ ചത്ത് കിടക്കുന്നുണ്ട്. പിന്നെ കുറേ നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്നിട്ട് ഞങ്ങൾ പതുക്കെ നടന്നു. പിന്നെ അവിടെ ലൈറ്റ് ഷോ ഒക്കെ തുടങ്ങി. നല്ല രസമുണ്ട്, നൈറ്റ് വൈബ് പൊളിയാണ് അവിടെ കേട്ടോ. 9 മണിക്ക് എന്തോ അവിടെ ക്ലോസ് ചെയ്യുമെന്ന് തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കളിയായി. പ്ലേ ഗ്രൗണ്ടിലേക്ക് പോയി നേരെ. ഞങ്ങൾ ആദ്യം ഇവിടെ കയറാൻ വേണ്ടിയാണ് വന്നത്. അപ്പോഴേക്കും പിന്നെ പറഞ്ഞു നമുക്ക് ഡാമിൽ കയറിയിട്ട് വന്നിട്ട് കളിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ വന്നത്. പിടിച്ചു വിടറേ, തള്ളി വിട്. അൻവിക്കാണ് പേടിയായിരുന്നു. അൻവി ആദ്യമായിട്ട് ഇതിൽ കയറുന്നത്. അൻവി ഇങ്ങനെ എഴുതുന്നതിലൊന്നും കയറിയിട്ടേ ഇല്ല.
അങ്ങനെ അവൾക്ക് അവിടെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി അവളിങ്ങനെ ആ കോണി കയറി തുടങ്ങി. പക്ഷെ അവൾക്ക് അവിടെ നിന്ന് ആ ഇഴുകുന്നതിലേക്ക് വരുമ്പോൾ പേടി അവൾക്ക്. പിന്നെ ഇങ്ങനെ ഒന്ന് കൈ പിടിച്ച് കൊടുത്താൽ മതി, പിന്നെ ആളങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ടമായി അങ്ങനെയൊക്കെ പറഞ്ഞങ്ങനെ തുടങ്ങി. അങ്ങനെ വന്ന് എന്നിട്ട് എന്നൊക്കെ പറയും. അങ്ങനെ രസമായിരുന്നു. അങ്ങനെ 3 പേരും കൂടെ നല്ല കളിയായിരുന്നു. നല്ല കളി എന്ന് വെച്ചാൽ നല്ല കളി. ഒരാൾ ഒരു റൈഡിൽ കയറുമ്പോൾ മറ്റേ ആൾ അതിൽ കയറും, അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ 3 പേരും കൂടി അതിനകത്തിരുത്തി ചേച്ചി ആട്ടിക്കൊണ്ടിരിക്കുക. ഇതവർക്ക് ഇഷ്ടമായി, 3 പേരും കൂടെ കളിക്കുന്ന അങ്ങനെയൊക്കെ ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത റൈഡിലേക്ക് കളിച്ച് പിന്നെ ഇതിൽ കയറാൻ ആശാട്ടിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാണ്ട്, ഇത് വെറുതെ ഇരിക്കുന്ന ഒരു ഡക്കിൻ്റെ ഒരിത്, അതിലിരിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ അതിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഒരുവിധം 3 പേരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഇതാണ് ലാസ്റ്റ് റൈഡ്, ഇത് കഴിയുമ്പോൾ ഞങ്ങളുടെ കൂടെ വന്നോണം, ഇല്ല ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ 3 പേരെയും കൂടി ഇരുത്തി ആട്ടി, ചേച്ചി ആട്ടി കൊടുക്കുന്ന കേട്ടോ. 3 പേരും കൂടി ഇരുത്തിയായിട്ട് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.